ഹലോ ഗൈസ്, വീണ്ടും സിയാൻ. നമ്മൾ ലൈവ് എങ്ങനെ ചെയ്യുന്ന എന്നുള്ളത് നമുക്ക് ഇന്ന് നോക്കാം. നമ്മുടെ യൂട്യൂബ് ഇവിടുത്തെ നമ്മുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനലിൻ്റെ നെയിം വരുന്നത് അതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഇൻ്റർഫേസ്. നമ്മുടെ ഈ ഇൻ്റർഫേസിൽ ഏറ്റവും താഴെ കാണുന്ന മിഡിൽ കാണുന്ന ആ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യും. ഇവിടെ നമുക്ക് കാണിക്കും, ഇങ്ങനൊരു ഓപ്ഷൻ കാണിക്കും. നമ്മൾ ലൈവ് ചെയ്യുന്നതിൻ്റെ ഒരു ഓപ്ഷനെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഈ ലൈവിന് വല്ല ടൈറ്റിലോ മറ്റോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പെൻസിൽ മാർക്ക് കൊടുത്തിട്ട് നമുക്ക് കണ്ടിട്ടില്ല ചില ലൈവിലൊക്കെ കാണിക്കും, ഓടി വരൂ, ഞാൻ വന്നു, നിങ്ങൾ വരൂ, എല്ലാവരും ഓടി വരൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ടൈറ്റിൽ കൊടുക്കത്തില്ല. അപ്പോൾ ആ ടൈറ്റിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ നമുക്ക് കൊടുക്കാം. ഓക്കെ, ആ ടൈറ്റിൽ അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കാണണം ഇവിടെ നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ, ആ നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, നമ്മൾ എപ്പോഴും ലൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ ഓപ്ഷൻ, ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല, ലൈവ് അല്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ആ ഓപ്ഷൻ ഉറപ്പായും തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഗോ ലൈവ് എന്നുള്ളതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഈ ഗോ ലൈവ് വരുമ്പോൾ 1 2 3 എന്നിവിടെ കാണിക്കും, 2 3 1 എന്നിവിടെ കാണിക്കും. ഇപ്പം മുതൽ നമ്മുടെ ലൈവ് സ്റ്റാർട്ടിംഗ് ആണ്. നമുക്ക് വേണമെങ്കിൽ വീഡിയോ ഓഫ് ചെയ്യാൻ, ഹൈഡ് ലൈവ് വീഡിയോ എന്നുള്ളതുണ്ട്, അതവിടെ ഓഫ് ചെയ്യാം. ഓക്കെ, ഇപ്പം മുതൽ നമ്മുടെ വീഡിയോ റണ്ണിങ് ആണ്. ആരെങ്കിലും കണ്ടിട്ട് വരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ബ്ലൂവും കൂടെ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മുടെ ടൈം ഓടി തുടങ്ങും. ലൈവ് എന്ന് കാണിച്ചിട്ട് ഇവിടെ ടൈം ഓടി തുടങ്ങും. ഇപ്പുറത്ത് വാച്ചിങ്ങിലുള്ളവർ നമുക്ക് കിട്ടുന്ന ലൈക്ക്. ഓക്കെ, ഈ ലൈവ് ക്ലോസ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഇൻഡ്യൂ ബട്ടൺ ഉണ്ട്. അപ്പോൾ താഴെ ഇങ്ങനെ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മ്യൂട്ട് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഈ ലൈവ് മ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പ്രസ് ചെയ്ത് മ്യൂട്ട് ചെയ്യാം. വീഡിയോ ഓഫ് ചെയ്യാം, മ്യൂട്ട് ഓഫ് ചെയ്യാം. ഇപ്പം മുതൽ ഈ വീഡിയോ റണ്ണിങ് ആണ്, ലൈവ് റണ്ണിങ് ആണ്. അപ്പോൾ നോക്കാം ആരെങ്കിലുമൊക്കെ വരുന്നോ ഇല്ലയോ. ഞാൻ ആരും വരുത്തില്ലെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ഇച്ചിരി നേരം പോസ് ചെയ്തിടാം. നമുക്ക് പോസ് ചെയ്യണ്ട, പകരം നമുക്കത് റണ്ണിങ് ഇടാം. എത്ര പേര് എത്ര സെക്കൻഡ് കൊണ്ട് വരുന്നു എന്ന് നമുക്ക് നോക്കാം. വീഡിയോയുടെ ലെങ്ത് കൂടും എന്നല്ലാതെ അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. യൂട്യൂബിൽ ലൈവ് സ്ട്രീമിങ് ചെയ്യുമ്പോൾ ആൾക്കാർ വരുന്നതും വരാതിരിക്കുന്നതും അവരവരുടെ സഹകരണവും അവരവരുടെ ഇഷ്ടം പോലെ ഇരിക്കും. ആരും ഒരാൾ വന്നിട്ടുണ്ട്, ആരാണ് ആ ഹതഭാഗ്യം? ഹായ് ഇക്ക, നോക്കൂ, ഇപ്പം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ എൻ്റെ ഇക്ക വന്നിട്ട് നമുക്ക് മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം നമുക്ക് കാണാം അവിടെ ബ്ലൂ ഇല്ല പുള്ളിക്ക്. ഓക്കെ, സോ അവിടെ നമ്മൾ ഇവിടെ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ആ വന്ന ചാനലിൻ്റെ പേരിൽ ലോങ് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഓപ്ഷൻസ് ഇവിടെ വരും. ഈ ഓപ്ഷൻ വരുമ്പോൾ അതിനകത്ത് പിന്ന്, റിപ്പോർട്ട്, റിമൂവ്, ചാനൽ ആക്ടിവിറ്റി, ആഡ് ആസ് മോഡറേറ്റർ എന്ന് പറഞ്ഞ് കാണും. അതിൽ പ്രസ് ചെയ്യുമ്പോൾ 2 ഓപ്ഷൻ വരും. ഓക്കെ, നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക, ലൈവ് ചെയ്യുന്നവർ എപ്പോഴും ശ്രദ്ധിക്കുക, ആദ്യമായി ലൈവ് ചെയ്യുന്നവരാണെങ്കിൽ ഒരിക്കലും ഈ മാനേജിങ് മോഡറേറ്റർ കൊടുക്കരുത്. പകരം ഈ സ്റ്റാൻഡേർഡ് മോണിറ്റർ, രണ്ടാമത്തെ ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പം ഇനി ഒരു കമൻറ്റ് ഇട്ടാൽ ഈ വൈറ്റ് ലെറ്റേഴ്സ് അത് എന്താവും? ബ്ലൂ ആവും. കണ്ടോ? അപ്പം നമുക്കിവിടെ ഒരാൾ വാച്ചിങ് ഉണ്ടെന്ന് കാണിക്കും.
ഒരാൾ ഇവിടെ ലൈക്ക് അടിച്ചെന്ന് കാണിക്കും, ഇവിടെ മെസ്സേജുകൾ കാണിക്കും, ഹലോ എന്ന് കാണിക്കും. കണ്ടോ? അടുത്ത വന്ന ആൾക്ക് ബ്ലൂ ഉണ്ട്. ഇനി ആദ്യം നമ്മൾ ബ്ലൂ കൊടുത്ത ആൾക്ക് ബ്ലൂ ആകുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ബ്ലൂ കളർ ആയിരിക്കും വരുന്നത്. ഇതാണ് ബ്ലൂ. ഓക്കെ ഓക്കെ അപ്പോൾ ബ്ലൂ കൊടുക്കുന്നത് മനസ്സിലായല്ലോ. നമുക്ക് ബ്ലൂ എടുക്കാൻ ഇതിൽ തന്നെ ആ ബ്ലൂ ഉള്ളതിനകത്ത് ഞെക്കുക. വീണ്ടും നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ആ റിമൂവ് ആ സ്റ്റാൻഡേർഡ് മോഡറേറ്റർ എന്ന് കാണിക്കും, അതിൽ ഞെക്കിയാൽ മതി. അപ്പോൾ റിമൂവ് ആയി കിട്ടും. ഓക്കെ. അപ്പം ഇനിയൊരു മെസ്സേജ് വരുമ്പോൾ അത് വൈറ്റിലായിരിക്കും വരുന്നത്. വീണ്ടും നമ്മൾ കൊടുക്കണമെങ്കിൽ ആഡ് ആസ് മോഡറേറ്റർ ഞെക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ സ്റ്റാൻഡേർഡ് മോഡറേറ്റർ. എപ്പോഴും കൊടുക്കുമ്പോൾ സ്റ്റാൻഡേർഡ് മോഡറേറ്റർ കൊടുക്കാവും. ഓക്കെ. കുയ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ചേച്ചി. അപ്പോൾ ബ്ലൂ ഇടാൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇഷ്ടപ്പെട്ടാൽ അറിയാത്തവർ കൂടെ പറഞ്ഞു കൊടുക്കും.